നമസ്കാരം. എവളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ ഇനി മേടിച്ച് കൂട്ടും എന്ന് പറഞ്ഞു തന്നെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് കോൺഗ്രസിന്റെ സൈബർ വെട്ടുകിളികൾ. അങ്ങനെ വീണ്ടും നമ്മുടെ ദിവ്യ എസ് അയ്യർ IAS-നെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണവുമായി ഇവർ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇക്കുറി എന്തിനാണ് രംഗത്തേക്ക് വന്നിരിക്കുന്നത് എന്നല്ലേ, വേറൊന്നും കൊണ്ടല്ല. അതായത് ദിവ്യ എസ് അയ്യർ IAS നിലപാടുകളും സത്യങ്ങളും വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അത് ഇവരെ വല്ലാതെ അലോസരപ്പെടുത്തുന്നു. ഇത്തവണ ഹാലിളകാൻ ഇടയായ ആ ഒരു സാഹചര്യം ഞാനൊന്ന് വിശദീകരിക്കാം. പാലക്കാട് സാംസ്കാരിക മേഖലയിലെ പ്രമുഖരുമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് സംവദിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിയിൽ സാംസ്കാരിക വകുപ്പിന്റെ ചെയർമാനായിട്ടുള്ള ദിവ്യ എസ് അയ്യർ IAS-നെ നമുക്ക് അവിടെ കാണാം. അപ്പൊ ഒരേ വേദിയിൽ മുഖ്യമന്ത്രിക്കൊപ്പം ദിവ്യയും അങ്ങ് ആദ്യം തന്നെ അവരെ അങ്ങ് ചുടിപ്പിച്ചു. പിന്നീട് ആ മൈക്കിന് മുമ്പിലേക്ക് ദിവ്യ നടന്നു വരികയാണ്. ഇന്ന് എന്തൊക്കെയാണാവോ പറയാൻ പോകുന്നതെന്ന് ഇങ്ങനെ കാതോർത്ത് നമ്മുടെ കോൺഗ്രസ്സുകാർ ഇരിക്കുമ്പോഴാണ് ദിവ്യ ആ ഗാനത്തിലെ ഒരു വരി ആലപിക്കുന്നത്. ഏത് ഗാനത്തിലെ? നമ്മുടെ പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ ഒരു വീഡിയോ ഉണ്ടല്ലോ. ആ വീഡിയോയിൽ നമ്മുടെ ദിവ്യ മനോഹരമായി പാട്ടുപാടുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതിനെതിരെ നമ്മുടെ കോൺഗ്രസിന്റെ സൈബർ വെട്ടുക്കിളികൾ വലിയ രീതിയിലുള്ള സൈബർ വേട്ട നടത്തിയിരുന്നു. അവർക്കുള്ള മറുപടിയാണ് ആദ്യം തന്നെ ആ പാട്ടിലെ ഒരു വരി പാടിക്കൊണ്ട് അതിമനോഹരമായിട്ട് ഈ സൈബർ വെട്ടുകിളികൾക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. പരസ്പരം ചിരിക്കണം, വിളക്കുകൾ കൊളുത്തണം, വെറുപ്പുകൾക്കുമേൽ പ്രകാശനാളമാവണം. പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പറ്റിയും നമ്മുടെ ദിവ്യ പറയുന്നുണ്ട്. അത് കേട്ടതാണ് ഇവരെ വല്ലാതെ അങ്ങ് തകർത്ത് കളഞ്ഞത്. അങ്ങനെ ഹാലിളകിയ കോൺഗ്രസ് കൂട്ടങ്ങൾ വീണ്ടും ദിവ്യക്കെതിരെ രംഗത്തേക്ക് വരുമ്പോൾ ദിവ്യ ഇന്ന് അവിടെ പ്രസംഗിച്ച ആ പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങൾ അത് ഞാനൊന്ന് കാണിക്കുകയാണ്. ഒരുപക്ഷെ ഇത് കാണുമ്പോൾ കോൺഗ്രസ് നേതാക്കൾക്കും കോൺഗ്രസ് പ്രവർത്തകർക്കും ഒക്കെ ചങ്ക് പൊട്ടുമെന്നറിയാം. പക്ഷെ എന്ത് ചെയ്യാനാണ്, കാണിക്കാതെ വേറെ വഴിയില്ല. നമ്മുടെ മാധ്യമങ്ങൾ കടുത്ത ഇടത് വിരുദ്ധതയുമായി രംഗത്തേക്ക് വന്നിരിക്കുകയാണല്ലോ. ആ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള സംസാരങ്ങൾ, പ്രസംഗങ്ങൾ ഇതൊന്നും ഒരിക്കലും ജനം കാണരുത് എന്നോർത്ത് അവർ ഇത് ടെലികാസ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് ഞാൻ ഇത് ടെലികാസ്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ പ്രസംഗം ഒന്ന് ആദ്യം തന്നെ കാണാം. കർമ്മനിരത എന്നുള്ളതിന് പുതിയ പരിവേഷം നൽകിക്കൊണ്ട് കേരളത്തിനെ ധീരമായി മുന്നോട്ടു നയിച്ചുകൊണ്ട് നവകേരള സൃഷ്ടിയിൽ നമുക്കെല്ലാവർക്കും എന്നും വഴിവിളക്കായി വിളങ്ങുന്ന നമ്മുടെ ആദരണീയനായ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ ഇന്ന് നമ്മോടൊപ്പം സംവദിക്കുവാനായി എത്തിച്ചേർന്നിരിക്കുകയാണ്. 100 പൊന്നമ്പിളികൾ കണ്ടു നിൽക്കുന്ന ഈ വേളയിൽ അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും മധ്യത്തിലേക്ക് സാംസ്കാരിക കേരളത്തിനായി വിനയപൂർവ്വം ഞങ്ങളുടെ സ്നേഹാദരങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേട്ടല്ലോ, കേരളത്തിന്റെ വഴിവിളക്കാണ് എന്നാണ് നമ്മുടെ ദിവ്യ എസ് അയ്യർ IAS പറയുന്നത്. അങ്ങനെ പറയാനിടയായ സാഹചര്യം എന്താണ്? അവരുടെ അനുഭവത്തിൽ നിന്നാണ് ദിവ്യ ഇങ്ങനെ പല രീതിയിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നത്. ഇപ്പൊ തന്നെ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ദിവ്യ ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. ആ പ്രസംഗത്തിൽ എന്താണ് പറയുന്നത്? വൻകിട പദ്ധതികളൊക്കെ കടലാസിൽ ഒതുങ്ങിയിരുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു. ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ അതൊക്കെ പ്രാവർത്തികമാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. മാത്രവുമല്ല, ഇച്ഛാശക്തിയുള്ള ദീർഘവീക്ഷണമുള്ള ഒരാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുകൂടി വിഴിഞ്ഞം പോർട്ടിന്റെ MD ആയ നമ്മുടെ ദിവ്യ എസ് അയ്യർ IAS പറയുന്നുണ്ട്. ഇതൊക്കെ പറയുന്നത് അനുഭവത്തിൽ നിന്നാണ്. പിന്നീട് നമ്മുടെ കോൺഗ്രസിന്റെ ഒരു കൂട്ടം നേതാക്കളും സൈബർ പല വെട്ടുകിളികളും ഒക്കെ രംഗത്തിറങ്ങി അതിനെതിരെ പല രീതിയിലുള്ള ആക്രമണങ്ങൾ ദിവ്യക്കെതിരെ നടത്തുന്നുണ്ടെങ്കിലും ദിവ്യ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്, അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ടും ദിവ്യ എസ് അയ്യർ IAS പറയുന്നത് രാഷ്ട്രീയപരമായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന ശബരിനാഥിന് ഒരു പ്രതികരണം രേഖപ്പെടുത്താമല്ലോ. വലിയ ഇതിന്റെ രാഷ്ട്രീയമായിട്ടാണ് കോൺഗ്രസ് കാണുന്നത് എന്നാണെങ്കിൽ ശബരിനാഥിന് പറയാമല്ലോ, എന്റെ ഭാര്യ പറഞ്ഞു, അല്ലെങ്കിൽ ദിവ്യ എസ് അയ്യർ IAS പറഞ്ഞതിൽ എനിക്ക് എതിരഭിപ്രായമുണ്ട്, ഈ പറയുന്നത് പോലെ അവർ പറയുന്നത് പോലെ അല്ല വസ്തുത എന്ന് പറയാമല്ലോ. എന്തുകൊണ്ടാണ് പറയാത്തത്? അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ, എന്ത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത് എന്ന ഒരു മറുചോദ്യം പൊതുവെ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. ആ ചോദ്യത്തിന് മുമ്പിൽ ശബരിനാഥിനൊന്നും പ്രത്യേകിച്ച് ഒരു പ്രതികരണവും ഇല്ലാതായി പോകും. അതുപോലെ ശബരിനാഥിന് അറിയാം തന്റെ ഭാര്യ പറയുന്നത് അവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണെന്ന്.
ഇന്ന് ഈ പരിപാടിയിൽ തന്നെ നോക്കൂ, ഒരു 15 സാംസ്കാരിക പ്രവർത്തകരെ, സാംസ്കാരിക മേഖലയിലെ പല പ്രമുഖരെയൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഭിന്നശേഷിക്കാരിയായിട്ടുള്ള കൺമണിയെ നമ്മുടെ മുഖ്യമന്ത്രി ആദരിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ കൺമണിക്ക് 2 കൈകളില്ല. അപ്പൊ കൺമണി ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. ആ നടന്നു വരുന്ന സമയത്ത് ദിവ്യ എസ് അയ്യർ IAS വന്നിട്ട് ഈ കൺമണിക്ക് ഉപഹാരം കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എത്ര മനോഹരമായിട്ടാണ് ഇടപെടുന്നതെന്ന്. ഒരു സത്യത്തിൽ ഒരു IAS ഉദ്യോഗസ്ഥ എങ്ങനെ ആകണമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ പറയും ഇതുപോലെ ആകണമെന്ന്. യാതൊരു രീതിയിലുള്ള എന്താ പറയാ, ഒന്നിനെയും ഭയപ്പെടാതെ തന്റെ നിലപാടുകൾ തുറന്നു പറഞ്ഞുകൊണ്ട് താൻ എന്താ പറയാ ആർക്കും ഒരു രീതിയിലും കീഴടങ്ങില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് യാതൊരു രാഷ്ട്രീയവുമില്ലാതെ നിഷ്പക്ഷമായി സംസാരിച്ചുകൊണ്ട് എല്ലാം തുറന്നു കാട്ടിക്കൊണ്ട് എല്ലാ രീതിയിലും മാതൃകയാകുന്ന ദിവ്യ എസ് അയ്യർ IAS ഒരു സൂപ്പർ IAS കാരിയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കേട്ടോ. മാത്രവുമല്ല, ഒരു കാര്യം കൂടി ഇവിടെ പറയേണ്ടതുണ്ട്. ഈ ദിവ്യക്കെതിരെ നിരന്തരം ഈ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ UDFന്റെ സൈബർ വെട്ടുക്കിളികൾ അറിയാൻ വേണ്ടി പറയുകയാണ്, നിങ്ങൾ ഓരോ തവണയും അവരെ ആക്രമിക്കുമ്പോഴും ചെറുതാകുന്നത് നിങ്ങൾ തന്നെയാണ്. അവർ ഒരു ചിരി കൊണ്ടല്ലേ നിങ്ങളെ തോൽപ്പിച്ചു കളയുന്നത്. അവരുടെ ചിരിയിൽ നിങ്ങൾക്കുള്ള മറുപടി ഉണ്ട്. അത് മനസ്സിലാകണമെങ്കിൽ കുറഞ്ഞത് ഒരു മനുഷ്യനെങ്കിലും ആകണം, അല്ലാതെ വേറെ വഴിയില്ല. നോക്കൂ, ശബരിനാഥിന്റെ ഭാര്യയാണ് ഇവർ ആക്രമിക്കുന്നത് എന്ന ബോധം പോലും ഇവർക്കില്ല എന്നൊക്കെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ബോധമില്ലാഞ്ഞിട്ടൊന്നുമല്ല, ഇവർക്ക് മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനമില്ല. അത് തന്നെയാണ്. ശബരിനാഥ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്താണോ, അദ്ദേഹത്തിന്റെ നിലപാട് എന്താണോ അത് മാത്രമേ അവരും പറയാവൂ, അദ്ദേഹത്തിന്റെ ഭാര്യയും പറയാവൂ എന്നുള്ളതാണ്. നോക്കൂ, നമ്മുടെ ദിവ്യയെ സംബന്ധിച്ച് ദിവ്യ ഈ പറയുന്നത് പോലെ ഒരു IAS കാരിയാണ്. അവർക്ക് ഒന്നുമില്ല. മാത്രമല്ല, അവർക്ക് അവരുടെ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടൊന്നും ചെയ്യാനും കഴിയില്ല. അതുകൊണ്ട് ഒരു ചട്ടവും ലംഘിക്കാതെയാണ് പലപ്പോഴും ദിവ്യയുടേതായിട്ടുള്ള പല പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ അതിൽ രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് സംസാരിക്കുന്നത് ആരാണ്? കോൺഗ്രസ്സുകാരാണ്. ദിവ്യ പറയുന്നത് സത്യങ്ങളാണ്, അവരുടെ അനുഭവങ്ങളാണ്. അതിലെവിടെയാണ് രാഷ്ട്രീയമുള്ളത്? പക്ഷേ അത്തരത്തിൽ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ എന്താണ് ഇത്രയധികം കോൺഗ്രസ്സുകാരെ നോവിപ്പിക്കുന്നത്? കാരണം എന്താണ്? അവരതിനെ മറ്റൊരു രീതിയിൽ കാണുകയാണ്. അതായത് ശബരിനാഥിന്റെ ഭാര്യയായിട്ടുള്ള ആള് സർക്കാരിനെ പുകഴ്ത്തി സംസാരിക്കുന്നു, അല്ലെങ്കിൽ പിണറായി വിജയനെ പുകഴ്ത്തി സംസാരിക്കുന്നു. ഇത് പുകഴ്ത്തലുകൾ അല്ല. ഇത് പുകഴ്ത്തലുകൾ അല്ല എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. ഇത് വാസ്തവമാണ്, സത്യമാണ്, അവരുടെ അനുഭവമാണ് അവർ തുറന്നു പറയുന്നത്. അതിനെ സത്യത്തിൽ രാഷ്ട്രീയപരമായി നോക്കിക്കാണാൻ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല കേട്ടോ. കാരണം അവർ പറയുന്നത് രാഷ്ട്രീയമല്ല, അവരവരുടെ അനുഭവമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഒരു പറ്റം രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ ഈ സർക്കാരിനെ കരിവാരിത്തേക്കാൻ, ഈ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി നിരവധി പല രീതിയിലുള്ള പല ആരോപണങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും അങ്ങോട്ട് ക്ലിക്കാകുന്നില്ല. മാത്രവുമല്ല, ഈ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വ്യാജ പ്രചരണങ്ങൾക്ക് ചൂട്ടുമെടുത്തുകൊണ്ട് നടക്കുകയാണല്ലോ മാധ്യമങ്ങൾ. അതുകൊണ്ട് മാധ്യമങ്ങളെ സംബന്ധിച്ച് ഇത്തരം സന്ദർഭങ്ങളിൽ ഈ ദിവ്യ എസ് അയ്യർ IASനെ പോലുള്ള ആളുകളൊക്കെ പല വസ്തുതകളും തുറന്നു പറയുമ്പോൾ റിപ്പോർട്ട് ചെയ്യാനും പറ്റില്ല. എന്താണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നലെ വരെ ഇങ്ങനെയല്ലല്ലോ നിങ്ങൾ പറഞ്ഞത് എന്നും ഈ പറയുന്ന നാട്ടിലെ ജനങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാധ്യമങ്ങളും ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടില്ല എന്ന് നടിക്കുകയാണ്. എത്ര മോശമായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തനമാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നോക്കൂ, ഇങ്ങനെ ഒരു പരിപാടിയിൽ സാംസ്കാരിക മേഖലയിലെ എല്ലാ പ്രമുഖരുമായിട്ട് സംസാരിക്കുകയാണ്. ആ സംസാരിക്കുന്ന ചടങ്ങിൽ ഒരു കാര്യം കൂടി, ഒരു വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് കൂടി അവിടുത്തെ സാംസ്കാരിക പ്രവർത്തകർ പറയുന്നുണ്ട് കേട്ടോ. ദയവ് ചെയ്ത് മാധ്യമങ്ങൾ ഒന്ന് മുഖ്യമന്ത്രിയുമായി സംവദിക്കുന്ന സമയത്ത് ഇറങ്ങിത്തരണമെന്ന്. നോക്കൂ, മാധ്യമങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഈ ഒരു വിഷയത്തെ അവര് പോസിറ്റീവായി നടത്തുന്ന ചർച്ചയെ മറ്റു രീതിയിൽ വളച്ചൊടിച്ച് അതിൽ രാഷ്ട്രീയം കുത്തി നിറച്ചുകൊണ്ട് അവതരിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ പറയുന്നത് ദയവ് ചെയ്ത് മുഖ്യമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞ ശേഷം ഒന്ന് ഇറങ്ങിത്തരണേ എന്ന്. അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകരെ അവിടെ നിന്ന് ഒഴിവാക്കിയ ശേഷമാണ് ആ പരിപാടി അവിടെ നടന്നിട്ടുള്ളത്. കാരണം എന്താണ്? ഈ ഇടക്കാലത്ത് മുഴുവൻ നടന്നിട്ടുള്ള പരിപാടികൾ നമുക്ക് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് ഒരു പോസിറ്റീവായിട്ട് നടക്കുന്ന പരിപാടി, ആ പരിപാടിയെ നെഗറ്റീവാക്കി എങ്ങനെ ചിത്രീകരിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാം എന്നാണ് നമ്മുടെ മാധ്യമങ്ങൾ ആലോചിച്ചു കൂട്ടുന്നത്. അതുകൊണ്ട് അവിടെ വന്നിട്ടുള്ള സാംസ്കാരിക മേഖലയിലെ ആളുകൾ പറഞ്ഞു ദയവ് ചെയ്ത് പ്ലീസ് എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് നൈസായിട്ട് അവരെ ഒഴിവാക്കിയ ശേഷമാണ് അവിടെ പരിപാടി നടക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച് നമുക്കറിയാം, അദ്ദേഹം മുഖ്യമന്ത്രി ആയ ശേഷം നമ്മുടെ സംസ്ഥാനത്തിലെ എല്ലാ മേഖലയിലുമുള്ള എല്ലാ തുറയിലുമുള്ള ആളുകളുമായി അദ്ദേഹം സംവദിക്കുന്നതും അവർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന പല പ്രവർത്തനങ്ങളും ഒക്കെ നമുക്കറിയാമെന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്കറിയാം എന്നതിനുള്ള ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണല്ലോ 2021 തിരഞ്ഞെടുപ്പ്. ഒരു സർക്കാർ വീണ്ടും അധികാരത്തിൽ വരണമെങ്കിൽ ജനങ്ങൾ ആ സർക്കാരിനെ എത്രത്തോളം നെഞ്ചോട് ചേർത്ത് കാണും എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല.
വീണ്ടും ഈ സർക്കാർ തന്നെ അധികാരത്തിൽ വരട്ടെ എന്ന് ജനങ്ങൾ പറയുന്നതിന് ഉള്ള ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ നമ്മളിപ്പോൾ ഈ സർക്കാരിന്റെ 4ാം വാർഷികവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പരിപാടിയിൽ കിട്ടുന്ന പിന്തുണയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നമ്മുടെ UDF-കാർ ഒന്നിൽ നിന്നും ഒന്നും പഠിക്കില്ല. UDF-കാരും സംഘികളും ഒക്കെ കൂട്ടമായി ചേർന്ന് കല്ലെറിയുമ്പോഴും ജനങ്ങൾ നിങ്ങളെ നോക്കി എന്താണ് പറയുന്നതെന്ന് അറിയോ? ഒന്നിൽ നിന്നും നിങ്ങൾ നന്നാകുന്നില്ലല്ലോ, നിങ്ങൾ ഒരിക്കലും നന്നാകില്ല എന്ന് തന്നെയാണ് ജനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കെ ഈ സർക്കാർ തന്നെ തുടരട്ടെ എന്ന് അവർ വീണ്ടും വീണ്ടും ഉറക്കെ പ്രഖ്യാപിക്കുകയാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.